Good morning. നമ്മുടെ സെക്കൻഡ് ടോപ്പിക് ആണ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഇന്നലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിൻ്റെ ഫങ്ഷൻസും ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഇപ്പം നോർമലി ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വിൻഡോസ് ലിനക്സ് ഒക്കെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് നമുക്ക് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളൊരു മൗസ് കൊണ്ട് ഒരു പിക്ചറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ഇൻട്രാക്ട് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ മൗസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് വെച്ചിട്ട് നിങ്ങളെ കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് ഇൻട്രാക്റ്റീവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. A graphical user interface is a user-friendly operating system in which commands can be entered by clicking, double-clicking, right-clicking a mouse. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കമാൻഡ്സ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സിംഗിൾ ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ സിംഗിൾ ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോസ് ഓൺലി വൺ യൂസർ ടു ഡു എ ടാസ്ക് ഓൺ ദ കമ്പ്യൂട്ടർ ആൻഡ് വൺ തിങ് അറ്റ് എ ടൈം. അതായത് ഒരു യൂസർക്ക് മാത്രമേ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക്, എന്തെങ്കിലും ഒരു ടാസ്ക് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയാണെങ്കിൽ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അതും ഒരു യൂസറിന് മാത്രമേ സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു യൂസറിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അതുപോലെ തന്നെ ഒരു ടാസ്കേ അറ്റ് എ ടൈം പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അടുത്തതാണ് സിംഗിൾ യൂസർ മൾട്ടി ടാസ്ക്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസറിന് ഒരു ടാസ്ക് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ സിംഗിൾ യൂസർ മൾട്ടി ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഓൺ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. അതായത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് പോലത്തെ കമ്പ്യൂട്ടേഴ്സിലാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്, ലാപ്ടോപ്പിലൊക്കെ. അപ്പോൾ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലൊക്കെ എന്താ ചെയ്യുന്നത്, അറ്റ് എ ടൈം ഒരു യൂസറെ യൂസ് ചെയ്യുള്ളൂ അല്ലേ? പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിഫറെൻറ്റ് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് പാട്ട് കേട്ടോണ്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, ഗെയിം കളിച്ചുകൊണ്ട് എന്തെങ്കിലും വേറെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് എന്ത് സിംഗിൾ യൂസർ മൾട്ടി ടാസ്ക് എന്ന് പറയുന്നത്. വേറെ സിംഗിൾ യൂസർ ക്യാൻ ഓപ്പറേറ്റ് ഓൺ സെവറൽ പ്രോഗ്രാംസ് അറ്റ് എ സെയിം ടൈം. നിങ്ങളിപ്പം ക്ലാസ് ഗൂഗിൾ മീറ്റിൽ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ആക്ഷൻസ് പെർഫോം ചെയ്യാറില്ലേ, അതുപോലെ ആണ് സിംഗിൾ യൂസർ മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഒരു യൂസറിന് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് അറ്റ് എ ടൈം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വിൻഡോസ്, ആപ്പിൾ, മാക് OS ഒക്കെയാണ് ഈ സിംഗിൾ യൂസർ മൾട്ടി ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മൾട്ടി യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കേസിലും അറ്റ് എ ടൈം ഒരു സിംഗിൾ യൂസറിന് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എനാബിൾസ് മൾട്ടിപ്പിൾ യൂസേഴ്സ്. നെയിമിൽ തന്നെയുണ്ട് മൾട്ടിപ്പിൾ യൂസേഴ്സ് ടു വർക്ക് ഓൺ ദ സെയിം കമ്പ്യൂട്ടർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഓർ സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സിന് സെയിം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം, ഒരേ ടൈമിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈമിലാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈമിൽ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ടു കൺട്രോൾ മെഷീനറി, സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് like robots in complex animations and computer controlled automated machines. A real-time operating system is a computing environment that reacts to input within a specific period of time.
അപ്പോൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ് ദാറ്റ് റിയാക്ട്സ് ടു ഇൻപുട്ട് വിത്തിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നടക്കുന്ന അല്ലെങ്കിൽ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ വരുന്ന ഇൻപുട്സിന് റെസ്പോണ്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റോബോട്ടിക്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന മെഷീൻസൊക്കെ ഉണ്ടാവില്ലേ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിഗ്നൽ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും, പെർട്ടിക്കുലർ സിഗ്നൽ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും, അങ്ങനെയുള്ള മെഷീൻസ്. അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ട് നമ്മളിപ്പം വെതർ ഫോർകാസ്റ്റിനൊക്കെ ചെയ്യുന്ന പോലത്തെ മെഷീൻസ്. ഇപ്പം വെതർ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, പെർട്ടിക്കുലർ ടൈമിലുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇന്ന് റെയിൻ്റെ ചാൻസസ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് പറഞ്ഞു തരുന്നില്ലേ. അപ്പം അതുപോലുള്ള സയൻറ്റിഫിക് മെഷീൻ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലൈക്ക് റോബോട്ടിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് ആനിമേഷൻസ് ആൻഡ് കമ്പ്യൂട്ടർ കൺട്രോൾഡ് ഓട്ടോമേറ്റഡ് മെഷീൻസ്. ഇപ്പോൾ ആനിമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഗെയിമിലൊക്കെ കാണുന്ന പോലത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ആനിമേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വെച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറേ മെഷീൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള മെഷീൻസിലൊക്കെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യുന്ന കേസസിലാണ് നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ ടൈമിൻ്റെ അകത്ത് വരുന്നത് വിൻഡോസ് CE ആൻഡ് ലിനക്സ് OS ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം runs on a set of computers that are interconnected by a network. It combines the different computers in the network into a single integrated computer and storage location. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്കിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്കൂളിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്കൂളിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും അല്ലേ, ആ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ കണക്ഷൻ വരുന്നത് ഒരു നെറ്റ്വർക്ക് വെച്ചിട്ടുള്ള കണക്ഷൻ ആയിരിക്കും എല്ലാ കമ്പ്യൂട്ടേഴ്സും. അപ്പോൾ ഈ ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഓരോ കമ്പ്യൂട്ടറിലും റൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവുക. ആ ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടേഴ്സിലും ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ട് റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അതുപോലെ തന്നെ സ്റ്റോറേജ്, ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഈ നെറ്റ്വർക്കിലൊക്കെ ഉള്ള സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്റ്റോറേജ് ലൊക്കേഷനിലേക്കായിരിക്കും എല്ലാത്തിൻ്റെയും സ്റ്റോറേജ് പോകുന്നത്. നിങ്ങൾ ഓരോ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ഓരോ ടാസ്ക് ചെയ്താലും എല്ലാ ടാസ്കും സേവ് ചെയ്ത് വെക്കുന്നത് ഒരു പെർട്ടിക്കുലർ സ്റ്റോറേജ് ലൊക്കേഷനിലേക്കായിരിക്കും. അപ്പം അങ്ങനെ വരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺസ് ഓൺ എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ആർ ഇന്റർകണക്റ്റഡ് ബൈ എ നെറ്റ്വർക്ക്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് വെച്ചിട്ട് ഇന്റർകണക്ട് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് കമ്പൈൻസ് ദ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക് ഇൻ ടു എ സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ ആൻഡ് സ്റ്റോറേജ് ലൊക്കേഷൻ. അപ്പോൾ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാത്തിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ പോലെ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു സിംഗിൾ സ്റ്റോറേജ് ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വിൻഡോസ്, യുനിക്സ്, അതുപോലെ ലിനക്സ് ഒക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്.